തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് കൂടി അറിയണം. അവരുടെ വോട്ട് എങ്ങനെയാണ്, അവരെന്തൊക്കെ നോക്കിയാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മണാശ്ശേരി MAMO കോളേജിലാണ്. കുറച്ച് വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ആയല്ലോ, നിങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങളെ കാണാൻ എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ രാഷ്ട്രീയം നോക്കിയാണോ വോട്ട് ചെയ്യുക, അതോ നിലവിലെ സാഹചര്യം നോക്കിയാണ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ രാഷ്ട്രീയവും നോക്കും, നിലവിലെ സാഹചര്യങ്ങളും നോക്കും. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ വന്നാൽ ആ പാർട്ടീനെ അഡ്രസ്സ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇപ്പോൾ JP RSS ഒക്കെ ഇവിടെ മതവർഗീയത പലയിടത്താണ്. പിന്നെ അതിനെ തരണം ചെയ്യണമെങ്കിൽ ആര് വരണം? കോൺഗ്രസിനെ പോലത്തെ മതേതര പാർട്ടി വരണം. മറ്റിപ്പോൾ ഇവിടെ CPM ഒക്കെ ഉണ്ട്. CPM ഒന്നും അവിടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. ആദ്യത്തെ വോട്ടാണോ അതോ മുൻപ് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യത്തെ വോട്ടാണ്. ആണല്ലേ. അപ്പോൾ കന്നി വോട്ട് എങ്ങനെയായിരിക്കും, എന്തൊക്കെ ആലോചിച്ചിട്ടായിരിക്കും പോവുക? ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് എല്ലാവരും BJP-യിലേക്ക് മാറുന്നൊരു ട്രെൻഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതിപക്ഷമായിട്ട് അവരെ വിട്ട് കഴിഞ്ഞാൽ എത്രത്തോളം അവിടെ പ്രതിപക്ഷം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ചെക്ക് വെച്ചതാട്ടോ അത്. അങ്ങനെ തന്നെയാണ്, ഈ പറഞ്ഞ പോലെയാണോ നമ്മളെ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കേന്ദ്രത്തിൽ പോകുമ്പോൾ ഇന്നലെ CA പെട്ടെന്ന് വിജ്ഞാപനം വരെ വന്നു. ഇപ്പോൾ ഒക്കെ ആലോചിക്കും നമ്മൾ എത്രമാത്രം പ്രതിപക്ഷങ്ങൾ കൂട്ടത്തോട് അതിനെതിരെ ശബ്ദം ഉയർത്തുന്നുണ്ട് പറയും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷം അംഗബലം ശരിയാണ്, പാർലമെൻറ്റ് കുറവാണ്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ആശയബലത്തിൽ ഏറ്റവും മികച്ച പ്രതിപക്ഷം ഇടതുപക്ഷം തന്നെയാണ്. ഏതൊരു ബില്ലിനും, ഏത് പ്രൈവറ്റ് ബില്ലാണോ മറ്റു ബില്ലുകളാണോ ഒക്കെ അതിലൊക്കെ പങ്കെടുത്തത് ഇടതുപക്ഷത്തിനുള്ള MP-മാരാണ്. ബിരിയാണി തിന്നാൻ പോയ MP ഉണ്ട്, ഫ്ലൈറ്റ് മിസ്സായ MP ഉണ്ട്, അങ്ങനെ കുറേ MP-മാരുണ്ട്. വൻ ഭൂരിപക്ഷത്തിലാണ് അവരൊക്കെ ജയിച്ചത്. സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു MP ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരൊറ്റ കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷത്തിനെ ജയിപ്പിച്ചാൽ ഉറച്ചൊരു ശബ്ദമായിട്ട് പാർലമെൻറ്റിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. ഞാൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ RSS അജണ്ടകളെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണ്ടും ഇന്നും എന്നും കോൺഗ്രസ് അധികാരത്തിൽ വരണം. അതിപ്പം ഇന്ത്യ മുന്നണിയായിട്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുറി വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. കാരണം ഇതൊരു നിലനിൽപ്പിൻ്റെ പോരാട്ടം തന്നെ, എല്ലാവരും പറഞ്ഞ പോലെ നിലനിൽപ്പിൻ്റെ പോരാട്ടം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2020 കേരളത്തിൽ അടിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ മലപ്പുറം സഭയിലാണ് സ്ഥാനത്ത്, അതായത് മുസ്ലിം ലീഗിൻ്റെ ATM ബഷീർ സാഹിബിനാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തുന്ന അടക്കം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. എനിക്ക് കോഴിക്കോടാണ് വോട്ടുള്ളത്, ഏകവട്ടം തന്നെയാണ്. അത് ഞാൻ ആർക്ക് വോട്ട് ചെയ്യുന്നൊന്നും ഞാൻ ചോദിച്ചില്ല, വിശ്വാസമുള്ള നിങ്ങളെ അറിയിച്ചാണ്. പാർട്ടിയിലേക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ഒരു മണ്ഡലത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു നേതാവിനെയും കൂടി നമുക്ക് വേണം. ആളുകളെ നോക്കി ഇലക്ഷന് വോട്ട് ചെയ്യുന്നതിൻ്റെ ഉള്ള കുറേ ഗുണങ്ങൾ കഴിഞ്ഞ ഒരു പാർലമെൻറ്റിൻ്റെ അറ്റൻഡൻസ് ഷീറ്റ് എടുത്ത് പരിശോധിച്ചാൽ കാണാം. കാരണം വലിയൊരു ഫേസ് ഉള്ള പല MP-മാർക്കും 50% അതിൽ താഴെയോ മാത്രമേ അറ്റൻഡൻസ് വരുന്നുള്ളൂ. അതായത് കൃത്യമായിട്ട് പാർട്ടിസിപ്പേഷൻ പോലും വരാതെ ബാക്കി കുറേ അവരുടെ ഫേസ് റെനോവേറ്റ് ചെയ്യാനുള്ള കുറേ പ്രോഗ്രാമുകൾ മാത്രമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന MP-മാരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് അപ്പുറത്തേക്ക് ചർച്ചകളിലും കാര്യങ്ങളിലും പങ്കെടുക്കുന്ന കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ടാവണം നേതാക്കളായിട്ട് കൊണ്ട്. കാരണം ഇനി നടക്കാൻ പോകുന്നത് ജനാധിപത്യവും സർവാധിപത്യവും തമ്മിലൊരു പോരാട്ടമാണ്. കാരണം മൂന്നാം മോഡി സർക്കാർ നിലവിൽ വരുന്നുള്ള ഒരു മോഡി ഗ്യാരണ്ടി അപ്പുറം നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ, ജനാധിപത്യമായി പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ഇന്ത്യൻ ജനത ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു പോരാട്ടത്തിൽ കേവലം ഒരു പാർട്ടി ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിലപ്പുറത്തേക്ക് നാടിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റത്തെ വോട്ടാണ്. അത് ഏത് തലത്തിലായാലും, പഞ്ചായത്ത് തല മുതലൊക്കെയുള്ള ഒരൊറ്റ വോട്ടും ചെയ്തില്ല, പ്രശ്നം ചെയ്യുന്ന ആദ്യത്തെ വോട്ടാണ്. അപ്പോൾ ആര് വോട്ട് ഞാൻ ചെയ്യുന്ന കാൻഡിഡേറ്റിൽ എനിക്ക് അത്ര വിശ്വാസം വേണം. ആര് എന്ത് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഞാൻ ചെയ്യുന്ന വോട്ടിൽ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയായിരിക്കും. കന്നി വോട്ട് നമ്മൾ എന്തായാലും വെറുതെ ആക്കില്ല. ഇല്ല, കന്നി വോട്ട് പ്രായമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഒരു പാളയിലിരിക്കും. എങ്ങനെയാ അപ്പം നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ്? കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളെ തിരഞ്ഞെടുത്ത് അയക്കണം എന്നാണ്. ഇപ്പം ഞാൻ വയനാട് മണ്ഡലമാണ്. ഇപ്പം വയനാട് മണ്ഡലത്തിൽ മുന്നൊരു MP ഉണ്ടായിരുന്നു. പക്ഷേ അത് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം പിന്നെ വീണ്ടും അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ അയക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പം നമ്മുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വളരെയേറെ ചിന്തിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആളുകൾ. അവർ വോട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, നല്ല രാഷ്ട്രീയ ബോധവുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. ജെസിൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.